അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വർഷത്തെ വിശുദ്ധ റമദാനിൻ്റെ പകുതിയും നമ്മളിൽ നിന്ന് പിന്നിട്ടു പോയിരിക്കുന്നു. ഏറെ പുണ്യമേറിയ അവസാന പത്തിലെത്താൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. തീർച്ചയായും ആരാധനകളുടെ എല്ലാം ആത്മചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും പൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആത്മവിചാരണ നടത്തേണ്ടുന്ന ഒരവസരവും സന്ദർഭവും കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള ഇബാദത്തുകളാണല്ലോ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുവെങ്കിൽ നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഇബാദത്തുകൾ അത് ആത്മചൈതന്യത്തോടു കൂടി ഉള്ളതാണെന്ന് നമുക്ക് ആശ്വസിക്കാം. ഓരോ കാര്യത്തെക്കുറിച്ചും അല്ലാഹു അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം, വഅഖിമി സ്വലാത്ത ലിദിക്രി, സൂറത്തു ത്വാഹയുടെ 14-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ നമസ്കാരം ദിക്റുല്ലയാൽ സമ്പന്നമാണോ, അതോ നമ്മൾ ചൊല്ലുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ഒന്നും ആശയമറിയാതെ, അർത്ഥമറിയാതെ കേവലം ഒരു വ്യായാമമായി അത് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നമ്മളെ എല്ലാവിധ തിന്മകളിൽ നിന്നും മ്ലേച്ഛവൃത്തികളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ മാറ്റി നിർത്തുവാൻ നമ്മുടെ നമസ്കാരം പര്യാപ്തമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നോമ്പ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. നോമ്പിലൂടെ നമുക്ക് തഖ്വ വർദ്ധിക്കുന്നുണ്ടോ, അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തതുപോലെ ഈമാനികമായ ആത്മചൈതന്യമില്ലാത്ത, തിന്മകളൊന്നും ഒഴിവാക്കാത്ത കേവലം പട്ടിണിക്കാരായി നമ്മൾ മാറുന്നുണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മളെ സ്വാധീനിക്കണം. ആ നിലക്ക് അർത്ഥമറിഞ്ഞുള്ള, ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഖുർആനിക പാരായണത്തിനാണ് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സൂറത്തുൽ അൻഫാലിൻ്റെ 2-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ പരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ, അതുകൊണ്ട് നമുക്ക് വലിയ ഈമാനികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നും നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും മറ്റ് ചെറുതും വലുതുമായ ഓരോ ആരാധനാ കർമ്മങ്ങളുടെയും അതിൻ്റെയൊക്കെ ആത്മചൈതന്യത്തോടുകൂടി ആരാധനയുടെ അന്തസ്സത്തെയും അകക്കാമ്പും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാനാവേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഈമാനിൻ്റെ തെളിച്ചം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. എവിടെ നിന്നാണ് ആരാധനകൾക്കുള്ള ഊർജ്ജം ലഭിക്കുന്നത്? അത് നമ്മുടെ ഈമാനിൽ നിന്നാണ്. നമ്മുടെ ഈമാൻ എത്രത്തോളം പ്രകാശിതമാകുന്നുവോ, അതിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാനാവുന്നുവോ, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ ആരാധനകളെ ആത്മചൈതന്യമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും. ഏറ്റവും നല്ല അമലുകൾ കൂടുതൽ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരിൽ റഹ്മാനായ റബ്ബ് നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.